ഇങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി കോരാറായിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടിയിലേക്ക് അടുത്ത നമ്മുടെ സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. സവാള ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണിക്കൊക്കെ നമ്മൾ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ഒരു സവാളയാണ് കേട്ടോ. 4 പച്ചമുളക് ഇട്ടതാണ്, അത് മൂത്ത് വന്നിട്ടുണ്ട്, അതിങ്ങോട്ട് കോരിയെടുക്കാം. എല്ലാം നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയാണ് കേട്ടോ, ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയാണ് കേട്ടോ, അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി തൊലി അങ്ങ് എടുത്ത് കളയണം. ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ചട്ടിയിലോട്ട് കിടക്കട്ടെ. നമുക്കിതെല്ലാം കൂടി ഇനി നല്ലതുപോലെ ഇത് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. ചട്ടിയിൽ വെച്ച് ഉപ്പും കൂടി ഇടണം. ഇച്ചിരി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ബൈ.